എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ബാബാമി ക്ലാസ്സിൻ്റെ ഒരു പുതിയ അധ്യായമായിട്ടാണ്. ഒരു പുതിയ ക്ലാസ്, ഒരു പുതിയ പ്രസംഗം, അത് മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെ സംസാരിക്കാം എന്നുള്ളതായ ഒരു വിഷയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ചാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കുള്ളതായ ഗുണങ്ങളും അതുപോലെ തന്നെ വശങ്ങളെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കൊടുക്കുന്നത്. നമുക്കറിയാം, രാവിലെ ഉണർന്നെണ്ണീറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്നത് നോട്ടിഫിക്കേഷൻ നോക്കിയാണ് നമ്മൾ എണ്ണീറ്റ് വരുന്നത്. ശരിയല്ലേ? നമ്മൾ രാവിലെ എണ്ണീറ്റ് വരുന്നത് നമ്മൾ നോട്ടിഫിക്കേഷനുകൾ നോക്കിയാണ്. ആ നോട്ടിഫിക്കേഷനിൽ തുടങ്ങി രാത്രി ഉറങ്ങാൻ പോകുന്നിടം വരെയും നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിലാണെന്ന്. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നതായ നമുക്ക് ഇതിൻ്റെയൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളതായ കാര്യമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങളെ പറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കാനാണ് പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിലിരിക്കുന്നതായ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിക്കാനെ കൊണ്ട്, ആശയവിനിമയം നടത്താനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെ കൊണ്ട് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടതായ പല കാര്യങ്ങളും സംസാരിക്കാനും കാണുവാനെ കൊണ്ട് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു വലിയൊരു മീഡിയയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുവാനെ കൊണ്ട് വേണ്ടി പല കാര്യങ്ങൾക്കും പല പ്രവർത്തനങ്ങൾക്കും പലരെ സഹായിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതായ ഈ ഒരു സംരംഭം നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് വയ്യാതെ കിടക്കുവാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രളയം വന്ന്, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചതായ ഒരു വ്യക്തിയെ പറ്റി, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ സഹായം കൊണ്ടെത്തിക്കാനെ കൊണ്ട് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാനെ കൊണ്ട് വേണ്ടി സോഷ്യൽ മീഡിയ വളരെ ഉപകാരപ്രദമാണ്. മനസ്സിലായി? അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ നമുക്ക് തരുന്ന ഒരു വലിയ കാര്യമാണ് പഠനത്തിന്. നമുക്കറിയാം, പണ്ടൊക്കെ പഠിക്കാനെ കൊണ്ട് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത്, എന്നാൽ ഇന്നത്തെ കാലത്ത് പഠിക്കാനെ കൊണ്ട് വേണ്ടി പല കാര്യങ്ങളും യൂട്യൂബ് വഴിയായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ പല രീതികളിലും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ കണ്ടുപിടിക്കുവാനും ക്ലാസ്സുകൾ ലഭിക്കുവാനെ കൊണ്ടും സാധ്യമായിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ പഠന കാര്യത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ പല കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ആൻസർ, അതുപോലെ ഉത്തരങ്ങൾ നൽകുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു മീഡിയ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങൾ നമുക്കറിയാം, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സ്റ്റേജ് കിട്ടാനെ കൊണ്ട് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു കാര്യം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അത് പെർഫോമൻസ് ചെയ്ത് കാണിക്കാനെ കൊണ്ട് വേണ്ടി പല വേദികൾ കയറി ഇറങ്ങേണ്ടതായിട്ടുള്ളതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അതൊക്കെ മാറി. ഏത് സാധാരണക്കാരനും തൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കാനെ കൊണ്ട് വേണ്ടി, തൻ്റെ കഴിവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കാനെ കൊണ്ട് വേണ്ടി സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്കുണ്ടാകുന്നതായ ഗുണങ്ങൾ, സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളതായ ഗുണങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഇനി അതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ നമുക്ക് തരുന്നതായ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ദിവസങ്ങളിലും വെറുതെ റീൽസുകൾ കണ്ടുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഷോർട്സുകൾ കണ്ടുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ നശിപ്പിച്ച് കളയുന്നുണ്ട്. ഒരെണ്ണം കണ്ടു കഴിയുമ്പം അടുത്തത് പുതിയ ഒരെണ്ണത്തിലേക്ക് എത്തുന്നു, പുതിയ ഒരെണ്ണം കണ്ടു കഴിയുമ്പോൾ പിന്നെയും നമ്മൾ അറിയാതെ തന്നെ ഇതിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു ദോഷമാണ് നമുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ ദോഷമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പലരെയും കാണിക്കുന്നുണ്ട്, പല വ്യക്തികളെയും. അതായത് ഇത്രമാത്രം ഹൈ ലെവലിലെത്തി എന്ന് കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു മനസ്സിൽ ആ ഒരു വിഷമത്തോടു കൂടി ചില ആൾക്കാർ
വളരെയധികം വേദനയോടെ ജീവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു ദോഷവശങ്ങളാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയ വഴി പലരെയും ഉപദ്രവിക്കുന്നുണ്ട്. മോർഫിംഗ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചില വാർത്തകൾ നമുക്കറിയാം, നമ്മൾ പോലും അറിയാത്ത പല വാർത്തകളും നമ്മുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുക, വേണ്ടാത്ത കാര്യങ്ങളെപ്പറ്റി ഒരു ചർച്ച നടത്തുക, വേണ്ടാത്ത കാര്യങ്ങളെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കുക, ഇതൊക്കെ ഒരു ദോഷകരമായ കാര്യമാണ്. അപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഗുണവും അതുപോലെ തന്നെ ദോഷവും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനെ കൊണ്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു പ്രസംഗ വേദിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറേയേറെ സംസാരിക്കാനെ കൊണ്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ നല്ല കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ നല്ല ദോഷവശങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാനും പറ്റുന്നതായ ഒരു പ്രസംഗം നടത്താൻ പറ്റുന്നതായ ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം അതിനകത്തെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. നമുക്കറിയാം, ഒരു കത്തി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്കരിയുകയും ചെയ്യാം, അതേപോലെ തന്നെ ആ കത്തി കൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കാനും കഴിയും. അപ്പോൾ ഉപദ്രവകാരിയുമാണ്, അതുപോലെ തന്നെ ഉപയോഗകാരിയുമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഉപയോഗമാണ്, അതുപോലെ തന്നെ നമുക്ക് ഉപദ്രവകാരിയുമാണ്. നമുക്കറിയാം, അകൽച്ചകൾ നമ്മുടെ ചുറ്റുപാട് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നിടത്ത് അകന്നു പോവുകയും അകന്നിരിക്കുന്നവരെ അടുക്കലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇരുന്ന് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ദോഷകരമായ കാര്യമാണ്. അതാ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാനെ കൊണ്ടും വേണ്ടപ്പെട്ടവരോട് കാര്യങ്ങൾ പറയുവാനെ കൊണ്ടും നമ്മളെ സഹായിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. അപ്പോൾ രണ്ട് വശങ്ങൾ ഒരേ രീതിയിൽ തന്നെ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്കുണ്ടാകുന്നതായ ദോഷങ്ങളും സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്കുണ്ടാകുന്നതായ നല്ല കാര്യങ്ങളുമാണ് ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചത്. അപ്പം നമുക്ക് നല്ലൊരു പ്രസംഗം നടത്താനെ കൊണ്ട് പറ്റുന്നതായ ഒരു വിഷയമാണ്. അത് സ്കൂളുകളിലായിക്കോട്ടെ, കോളേജുകളിലായിക്കോട്ടെ, മറ്റു പൊതുപരിപാടികളിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാകുന്നതായ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ എടുത്താൽ മതി. ഒന്ന് ഇതിൻ്റെ ഗുണവും, രണ്ട് ദോഷവും. അപ്പോൾ ഗുണകരമായ കാര്യങ്ങൾ ഞാൻ ആദ്യം സംസാരിച്ചു, ദോഷകരമായ കാര്യങ്ങൾ രണ്ടാമത് സംസാരിച്ചു. ഈ രണ്ട് കാര്യങ്ങളും കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കാൻ കൊടുക്കും. മാറ്റം, നമുക്കറിയാം, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ പണ്ട് കണ്ടതായ ഒരു കാലഘട്ടത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ പണ്ട് കണ്ടതായ നമ്മൾ അനുഭവിച്ചതായ ഒരു കാലത്തിലൂടെ അല്ല നമ്മൾ ഇന്നൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ യുഗത്തിലൂടെയാണ്. അപ്പോൾ ആ ഡിജിറ്റൽ യുഗത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനെ കൊണ്ട് നമുക്ക് ഒരുപാട് വാക്കുകളുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ദോഷവശങ്ങളുണ്ട്. അപ്പോൾ ഗുണകരവും ദോഷകരവുമായ ഒരു വിഷയമാണ് ഡിജിറ്റൽ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റായിട്ട് ചോദിക്കാം, അതിനുള്ള ഉത്തരങ്ങൾ തരുന്നതാണ്. പ്രസംഗത്തിന് തയ്യാറാകുന്നവർക്ക് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പോയി ഈ പ്രസംഗം നടത്താനെ കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.